തനി പാലക്കാരത്തി ഒരു അച്ചായത്തിയാണോ? മനസ്സുകൊണ്ടും മൊത്തത്തിൽ എല്ലാ ഇഷ്ടങ്ങൾ കൊണ്ടും ഒക്കെ അച്ചായത്തിയാണോ? അച്ചായത്തി തന്നെയാണ്. ദൈവവിശ്വാസിയാണോ? അതെ അതെ അതെ, വലിയ രീതിയിൽ അൽഫോൺസാമ്മയുടെ വിശ്വാസിയാണോ? അതെ അതെ അതെ, ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്, പറഞ്ഞാനത്താ പഠിച്ചത്. അപ്പോ രാവിലെ വൈകുന്നേരവും പള്ളി പോവായിരുന്നു. നമ്മള് മലയാളി മംഗ കോൺടെസ്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കോൺടെസ്റ്റുകൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മിസ് ഫിറ്റ്നസ് കോൺടെസ്റ്റ്? ഈ മിസ്റ്റർ കേരള നടത്തില്ലേ, അതിന്റെ തന്നെ ഫീമെയിൽ വേർഷൻ, മിസ്റ്റർ കേരളയുടെ ഫീമെയിൽ വേർഷൻ എന്ന് പറയാം. അന്നേ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആണോ? ആക്ച്വലി ഒരു കുന്തോ അല്ല, അന്ന് ഒന്നും ചെയ്യാണ്ട് തന്നെ മെലിഞ്ഞത് തന്നെയായിരുന്നു. അപ്പോ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കറക്റ്റ് അതിന് പറ്റിയ ഒരു രൂപം ഉണ്ടായിരുന്നതുകൊണ്ട് ലക്കിലി രക്ഷപ്പെട്ടു എന്ന് പറയാം. അൽഫോൺസാമ്മ സീരിയൽ ചെയ്യുന്നു. അങ്ങനെ അപ്പൊ എങ്ങനെയാണ് മൂവിയിലേക്കുള്ള ഒരു എൻട്രി? ഈ സീരിയലുകൾ കണ്ടിട്ടാണ് ഫിലിംസിലേക്ക് വിളിച്ചത്. ഇപ്പം ഇങ്ങനെ ഓരോ വർക്ക് കണ്ടിട്ട് അന്ന് പിന്നെ ഇതിന് ആ കുട്ടീനെ വിളിച്ചാലോ, ആ എപ്പിസോഡിൽ കണ്ട കുട്ടീനെ വിളിക്കാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. അങ്ങനെ ആദ്യം വിളിച്ച ആളുടെ തന്നെ പ്രൊജക്ട് ഓൺ ആവുമായിരുന്നു. ആദ്യം ചെയ്യുന്ന ഫിലിം എന്ന് പറയുന്നത് രാജസേനൻ സാറിന്റെ ഫിലിമാണ്. അപ്പം സാറിന്റെ വൈഫാണ് എന്നെ കണ്ടിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഈ കുട്ടി ആ ക്യാരക്ടർ പറ്റുമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആണ് വന്നത്. പിന്നെ ആ ഫിലിം കണ്ടിട്ട് അടുത്തൊരു ഫിലിമിലേക്ക് വിളിച്ചു. അതങ്ങനെ ഗ്രാജുവലായിട്ട് അങ്ങനെ 2012 മുതൽ ആ ഗ്രാഫിക്കിനെ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. തനി പാലക്കാരത്തി ഒരു അച്ചായത്തിയാണോ? മനസ്സുകൊണ്ടും മൊത്തത്തിൽ എല്ലാ ഇഷ്ടങ്ങൾ കൊണ്ടും ഒക്കെ അച്ചായത്തിയാണോ? അച്ചായത്തി തന്നെയാണ്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് പൊതുവെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് പിടിക്കാനൊക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്. ന്യൂട്രൽ സ്റ്റാൻഡ് എനിക്ക് നിമയോട് സംസാരിച്ച് തുടങ്ങിയപ്പോ തൊട്ടേ ഒരു എനർജിയാണ്, ഒരു അച്ചായത്തി കൊച്ചു. ഫേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാല് ഫേക്ക് ചെയ്തോണ്ടേ ഇരിക്കേണ്ടി വരില്ലേ? നമ്മൾ ഒരു കാര്യം എന്താണ്, ഒരു നുണ പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ 1000 നുണയും കൂടെ പറയേണ്ടി വരും എന്ന് പറയില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇമേജ് നമ്മൾ ഫേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഫേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് ഭയങ്കര പ്രഷറല്ലേ? അയ്യോ, അത് ഞാൻ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൈൻഡിൽ ഇട്ടുകൊണ്ട് നടന്നത് ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഏറ്റവും വലിയ പ്രഷർ അതായിരിക്കും. അതിലും വേറെ നമ്മള് സുഖമായിട്ട് ടെൻഷൻ ഇല്ലല്ലോ. ഈ മൂവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആദ്യമേ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനാണ്? അല്ല അല്ല അല്ല, അങ്ങനെയുള്ള ആഗ്രഹങ്ങളേ ഉണ്ടായില്ലേ? ഇല്ല. പിന്നെ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് എന്തറിയാനാണ്? എനിക്കൊന്നും അറിയില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്നും ആരുമില്ല. നമ്മള് തിയേറ്ററിലോ ടിവിയിലോ സിനിമ കാണുന്നതല്ലാണ്ട് നമ്മള് എല്ലാ സിനിമകളും കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളായിരുന്നു.